നമസ്കാരം. എല്ലാവർക്കും കേരള വൈബ്സിൻ്റെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേരളത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന ജില്ലകളിലൊന്നായ കാസർഗോഡ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ജില്ലയിലെ 5 മണ്ഡലങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് മുമ്പായി ജനങ്ങളുടെ മനോഭാവം എന്തായിരുന്നെന്ന് വ്യക്തമാക്കുന്ന ഈ എക്സിറ്റ് പോൾ സർവേയുടെ അടിസ്ഥാനത്തിൽ ഓരോ മുന്നണിക്കും ലഭിക്കുന്ന സാധ്യതകളും വോട്ടർ ട്രെൻഡുകളും പരിശോധിക്കുകയാണിവിടെ. ഏത് മുന്നണിയാണ് മുന്നിൽ? ഏത് മണ്ഡലങ്ങളിലാണ് മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നത്? വോട്ടർമാരുടെ മനോഭാവം എന്താണ് സൂചിപ്പിക്കുന്നത്? സൂക്ഷ്മമായ ഡാറ്റ അനാലിസിസും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ചേർത്ത് നിങ്ങൾക്കായി ഏറ്റവും വിശ്വസനീയമായ ഒരു വിലയിരുത്തലാണ് കേരള വൈബ്സിൻ്റെ ടീം ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ മണ്ഡലങ്ങളിലേക്ക് കടക്കാം. ജനങ്ങളുടെ മനസ്സ് പറയുന്ന എക്സിറ്റ് പോൾ കണക്കുകളുടെ ആഴത്തിലേക്ക്. കേരള രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ് മഞ്ചേശ്വരം. ഈ മണ്ഡലത്തിൽ UDF വേണ്ടി നിലവിലെ MLA AKM അഷ്റഫാണ് മത്സരിക്കുന്നത്. LDF വേണ്ടി ജില്ലാ കമ്മിറ്റി അംഗമായ KR ജയാനന്ദൻ മത്സരരംഗത്തുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയായി BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും മത്സരിക്കുന്നു. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ 2,02,095 വോട്ടർമാരിൽ 1,63,778 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കാണാം. 81.04 എന്ന പോളിംഗ് ശതമാനം സമീപകാലത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് നിരക്കായി മാറിയിട്ടുണ്ട്. ശക്തമായ മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് വിജയം ആരുടെ കൂടെയായിരിക്കും? എന്തായിരിക്കും ജനങ്ങളുടെ തീരുമാനം? കേരള വൈബ്സിൻ്റെ എക്സിറ്റ് പോൾ ഡാറ്റ അനാലിസിസ് പ്രകാരം ലഭിച്ച സൂചനകളിൽ UDF സ്ഥാനാർത്ഥിയായ AKM അഷ്റഫ് ആണ് മുന്നിൽ നിൽക്കുന്നത്. AKM അഷ്റഫിന് 41.17% മുൻതൂക്കം കാണുന്നു. K സുരേന്ദ്രൻ 39.68%, KR ജയാനന്ദയ്ക്ക് 18.56% വോട്ടിനുമാണ് സാധ്യത. UDF ഏകദേശം 1.49% ലീഡ് NDAയേക്കാൾ കൂടുതലാണ്. വോട്ട് കണക്കിൽ നോക്കുമ്പോൾ ഇത് ഏകദേശം 2,440 വോട്ടുകളുടെ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. മുൻതൂക്കം UDF ഉണ്ടെങ്കിലും മഞ്ചേശ്വരത്ത് മത്സരം ഇപ്പോഴും അതീവ കടുത്തതായാണ് വിലയിരുത്തപ്പെടുന്നത്. മഞ്ചേശ്വരം പോലെ തന്നെ 3 മുന്നണികൾക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. ഇവിടെ UDF വേണ്ടി മുസ്ലിം ലീഗിൽ നിന്നും നിലവിലെ MLA NA നെല്ലിക്കുന്നിന് പകരം കലക്ടർ മാഹിൻ ഹാജിയാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ LDF പതാക ഉയർത്താൻ വേണ്ടി രംഗത്തുള്ളത് മൺമറഞ്ഞ കോൺഗ്രസ് നേതാവായ പാതൂർ കുഞ്ഞാമു ഹാജിയുടെ മകൻ ഷാനവാസ് പാതൂറാണ്. NDAയുടെ പ്രതീക്ഷയായി BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയും കളത്തിലുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ 2,13,745 വോട്ടർമാരിൽ 1,69,685 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കാണാം. ഏകദേശം 79.61% പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരള വൈബ്സിൻ്റെ എക്സിറ്റ് പോൾ സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 43.8% വോട്ടുകളുടെ ശക്തിയോടെ UDF തന്നെ മുന്നേറുന്നു എന്നാണ്. 34.88% പിന്തുണയോടെ NDA തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. 19.6% വോട്ടുമായി LDF ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. വോട്ട് വ്യത്യാസം ഏകദേശം 8.92% ആണ്. വോട്ട് കണക്കിൽ 12,900 വോട്ടിൻ്റെ മുൻതൂക്കം അനുമാനിക്കാം. എക്സിറ്റ് പോളിലെ ഈ മുൻതൂക്കത്തിൽ നിന്നും മണ്ഡലം UDF സുരക്ഷിതമാണെന്ന് ഉറപ്പാണ്. 3 മുന്നണികൾക്കും സ്വാധീനമുണ്ടെങ്കിലും നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് മാറിയ മണ്ഡലമാണ് ഉദുമ. ഇവിടെ UDF LDF നേരിട്ടുള്ള കടുത്ത മത്സരമാണ് കാണുന്നത്. LDF വേണ്ടി സിറ്റിംഗ് MLA ആയ CH കുഞ്ഞമ്പു വീണ്ടും ജനവിധി തേടുന്നു. UDF വേണ്ടി കോൺഗ്രസിൻ്റെ K നീലകണ്ഠൻ ആണ് മത്സര രംഗത്തുള്ളത്. മനുലാൽ മേലോത്തിലൂടെ NDAയുടെ സാന്നിധ്യമുണ്ടെങ്കിലും പ്രധാന പോരാട്ടം 2 മുന്നണികൾ തമ്മിലാണ്. ഉദുമ മണ്ഡലത്തിലെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ള 2,07,362 വോട്ടർമാരിൽ 1,61,908 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കാണാം. 78.08 എന്ന ഉയർന്ന പോളിംഗ് ശതമാനം ശക്തമായ മത്സരത്തിൻ്റെയും ആവേശത്തിൻ്റെയും സൂചനയാണ്. കേരള വൈബ്സിൻ്റെ എക്സിറ്റ് പോൾ സൂചനകൾ പരിശോധിക്കുമ്പോൾ UDF LDF തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയാണ് കാണുന്നത്. എന്നാൽ ചെറിയ മുൻതൂക്കം LDF ലഭിക്കുന്നതായി സൂചനകൾ പറയുന്നു. LDF 44.07% വോട്ട് നേടാനാണ് സാധ്യത. UDF പിന്നിലാണെങ്കിലും 42.03% വോട്ടോടെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന നിലയിലാണ്. വോട്ട് വ്യത്യാസം വളരെ കുറവായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. വോട്ട് വ്യത്യാസം 2.04% 3,336 ആയിരിക്കുമെന്ന് കണക്കാക്കുന്നു.
കാസർഗോഡ് ജില്ലയിലെ ശ്രദ്ധേയമായ പോരാട്ട ഭൂമിയായ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് കാണുന്നത്. LDFിനു വേണ്ടി CPIയിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജനവിധി തേടുമ്പോൾ UDFിൻ്റെ പ്രതീക്ഷയായി കേരള കോൺഗ്രസിൻ്റെ ഷെയ്ജി ഒറ്റപ്പള്ളി രംഗത്തുണ്ട്. NDA മത്സരിക്കുന്നുണ്ടെങ്കിലും ഈ മണ്ഡലത്തിൽ പ്രധാന പോരാട്ടം LDFിനും UDFിനും ഇടയിലാണ്. പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ ഏകദേശം 2,11,923 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ഏകദേശം 77.24% പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് സൂചന. മികച്ച വോട്ടെടുപ്പ് ശതമാനം തന്നെ ശക്തമായ രാഷ്ട്രീയ മത്സരത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും സൂചനയാണ്. കേരള വൈബ്സിൻ്റെ എക്സിറ്റ് പോൾ വിലയിരുത്തലുകൾ പ്രകാരം ഇടത് കോട്ടയായ കാഞ്ഞങ്ങാട്ടിൽ 10.73% വോട്ട് വ്യത്യാസത്തോടെ LDF വിജയിക്കാനുള്ള സാധ്യതയെന്ന് സൂചനകൾ പറയുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണെങ്കിലും ഇരുമുന്നണികളും നേരിട്ടുള്ള ശക്തമായ പോരാട്ടം കാണുന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. LDFിന് വേണ്ടി VPP മുസ്തഫയാണ് മത്സര രംഗത്തുള്ളത്. UDFിന് വേണ്ടി സന്ദീപ് വാര്യർ ശക്തമായ വെല്ലുവിളിയുമായി രംഗത്തെത്തുന്നു. NDAക്ക് വേണ്ടി രവി കുളങ്ങര മത്സരിക്കുന്നുണ്ടെങ്കിലും പ്രധാന പോരാട്ടം രണ്ട് മുന്നണികൾ തമ്മിലാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പോളിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെയുള്ള 1,98,744 വോട്ടർമാരിൽ 1,58,280 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി കാണാം. 79.64% എന്ന ഉയർന്ന പോളിംഗ് ശക്തമായ രാഷ്ട്രീയ ആവേശത്തിൻ്റെ സൂചനയാണ്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യം മണ്ഡലത്തിലെ മത്സരം ആവേശഭരിതമാക്കിയിട്ടുണ്ട്. കേരള വൈബ്സിൻ്റെ എക്സിറ്റ് പോൾ സൂചനകൾ പരിശോധിക്കുമ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFും LDFും തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയാണ് കാണുന്നത്. എന്നാൽ ചെറിയ മുൻതൂക്കം UDFിന് ലഭിക്കുന്നതായി സൂചനകൾ പറയുന്നു. 46.59% വോട്ടുമായി UDF മുന്നിൽ നിൽക്കുമ്പോൾ 44.04% വോട്ടോടെ LDF ശക്തമായി പിന്തുടരുന്നുണ്ട്. വോട്ട് വ്യത്യാസം 2.64% എന്ന വളരെ ചെറുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. വോട്ട് കണക്കിൽ 4,179 വോട്ടുകളുടെ ലീഡാണ് UDFിന് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളുടെയും കേരള വൈബ്സ് എക്സിറ്റ് പോൾ വിശകലനം ഇവിടെ പൂർത്തിയാകുന്നു. കാസർഗോഡിൻ്റെ തീരുമാനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കും? ഓരോ വോട്ടിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം. ആ തീരുമാനങ്ങൾ ചേർന്നാണ് ഈ ചിത്രം രൂപം കൊണ്ടത്. കേരള വൈബ്സ് എക്സിറ്റ് പോൾ സൂചനകൾ പ്രകാരം സംസ്ഥാനമൊട്ടാകെ പരിശോധിക്കുമ്പോൾ ശക്തമായ പോരാട്ടം നടന്ന കേരളത്തിൽ ഭരണമാറ്റത്തിന് വ്യക്തമായ സാധ്യത കാണുന്നു. സീറ്റ് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ UDF മുന്നണി 86 മുതൽ 89 സീറ്റുകൾ വരെ നേടി വ്യക്തമായ മുന്നേറ്റത്തിലാണ്. LDF മുന്നണി 49 മുതൽ 54 വരെ സീറ്റുകൾക്കുള്ളിൽ ഒതുങ്ങാനാണ് സാധ്യത. NDA മുന്നണി 2 സീറ്റുകൾ വരെ നേടി വീണ്ടും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കാണുന്നു. ജനങ്ങൾ അവരുടെ വിധി ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു. മെയ് 4 ഫലങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ആരെ തിരഞ്ഞെടുക്കും? പുതിയ ഭരണകാലം ആരുടെ ആയിരിക്കും? മറ്റൊരു ജില്ലയിലെ വിശകലനവുമായി വീണ്ടും കാണാം. കേരള വൈബ്സ് നിങ്ങളോടൊപ്പം തുടരും. നിങ്ങൾ കണ്ടത് കേരള വൈബ്സ്.